ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കുഴിപ്പണിയാരായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ദോശമാവ് കൊണ്ട് എങ്ങനെ കുഴിപ്പണിയാരം ഉണ്ടാകാൻ നിൽക്കാമെന്നൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു സവാള, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, മല്ലിയില, അതുപോലെ കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഏത് ഓയിലും ഉപയോഗിക്കട്ടെ. ഞാൻ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള കൂട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനതെല്ലാം കൂടെ അതിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നല്ല കുക്കാവണമെന്നൊന്നുമില്ല, ഒരു ഹാഫ് കുക്കൊക്കെ ആയാൽ മതി. ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ മാവിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ അരച്ച് വെച്ച് നമ്മൾ ബാക്കിയുള്ള മാവല്ല. അപ്പം നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ അതിൽ മാവിൽ ഉപ്പിടാത്തവരാണെങ്കിൽ മാവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ മിക്സിന് നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പിട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ച മാവുണ്ടല്ലോ, നമ്മൾ തലേ ദിവസം നമുക്ക് ബാക്കി വന്ന് നമ്മുടെ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നമ്മൾ വേവിച്ച് വെച്ച ഈ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഒരു തവ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ആ മിക്സ് എത്തുന്ന വരെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാനൊരു കുഴിപ്പണിയാരത്തിന് ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ മറ്റേ കുഴിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏകദേശം 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുക്കും. അതുപോലെ വേണ്ട, ഇതിലൊരു 1/4 ഭാഗം എണ്ണ മതി. അതിൽ ഓരോ കുഴിയിൽ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ല തീ എപ്പോഴും നല്ല സിമ്മിലാക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവാത്തൊരു ഇത് വരും. നല്ല എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഞാൻ മൂടിയൊക്കെ തുറന്ന് നമ്മൾ ഓരോ സൈഡും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഏകദേശം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ രണ്ടാമത്തതും ഇനി അതിൻ്റെ ബാക്കി വന്ന മാവും അതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ അതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ അപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വന്ന അപ്പമാണിത്. ഇങ്ങനെ ഞാൻ ഒരു 3-4 ട്രിപ്പായിട്ട് ആ മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരം തന്നെയാണ്. രാവിലെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാവും. എന്നും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. ഞാൻ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ മിക്സ് തന്നെയാണ്. ആ മിക്സ് കുറച്ച് എടുത്തിട്ട് അതിലേക്ക് ഞാൻ വേറൊരു പൊടി ഇട്ട് കൊടുക്കുന്നത്, ബോംബെ ബിരിയാണി മസാലയുടെ അതിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മിക്സിന്ന് ഞാനൊരു 1/2 ടീസ്പൂണോളം മിക്സ് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. ബോംബെ ബിരിയാണി മസാലേൻ്റെ പാക്ക് നമുക്ക് എല്ലാ കടകളിലും ഇപ്പോൾ അവൈലബിൾ ആണ് തോന്നുന്നുണ്ട്. നാട്ടിൽ എത്രത്തോളം അവൈലബിൾ ആണെന്ന് അറിയില്ല. ഇനി ചാട്ട് മസാല ചേർത്തെടുത്താൽ മതി. അതിന് പകരം നമുക്ക് ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു വിഭവം തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.